യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, ദൈവവചനം കേട്ടുകൊണ്ടും വായിച്ചുകൊണ്ടും അത് തൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടും ദൈവത്തിൽ ആശ്രയിച്ച് ഒരു പുതിയ ദിവസം തുടങ്ങുവാൻ ദൈവം നമുക്ക് അവസരം തന്നതിന് സർവശക്തനായ ദൈവത്തിന് നന്ദി പറയാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും എങ്ങനെയാണ് പരിപാലിക്കുന്നതെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമാക്കി പറയുന്നുണ്ട്. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 46-ാം അധ്യായം 4-ാം തിരുവചനം. നിങ്ങളുടെ വാർദ്ധക്യം വരെയും ഞാൻ അങ്ങനെ തന്നെയായിരിക്കും. നിങ്ങൾക്ക് നര ബാധിക്കുമ്പോഴും ഞാൻ നിങ്ങളെ വഹിക്കും. ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു, നിങ്ങളെ വഹിക്കും, ചുമലിലേറ്റി രക്ഷിക്കുകയും ചെയ്യും. സർവശക്തനായ പിതാവായ ദൈവം നമ്മളെ ഓരോരുത്തരെയും പരിപാലിക്കുന്ന രീതി എങ്ങനെയാണ് എന്ന് വചനത്തിലൂടെ ദൈവം നമ്മളോട് പറയുകയാണ്. നിനക്ക് നര ബാധിക്കുമ്പോഴും നിന്നെ എടുത്തു നടക്കുന്നത് ഞാൻ തന്നെയായിരിക്കും. ഞാനാണ് നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നതെങ്കിൽ നിന്നെ ചുമലിലേറ്റി രക്ഷിക്കുകയും ചെയ്യും. ഈ ലോകത്തിലുള്ള ഒരു വ്യക്തിയും നിങ്ങളെ ഈ വിധം സഹായിക്കുകയില്ല. ലോകം എന്തു സഹായം ചെയ്താലും അതിന് പ്രതിഫലം ചോദിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ നമ്മുടെ ദൈവം, നമ്മുടെ സൃഷ്ടാവായ പിതാവായ ദൈവം, അപ്പാ എന്ന് ആരെയാണോ നമ്മൾ വിളിക്കുന്നത്, ആ പിതാവ് നിങ്ങളെ നരബാധിച്ചാൽ പോലും, വാർദ്ധക്യം വന്നാൽ പോലും നിങ്ങളെ ചുമലിലേറ്റി നടക്കും. അങ്ങനെ ദൈവം നിങ്ങളെ ചുമലിലേറ്റി നടത്തുന്നതുകൊണ്ടാണ് എല്ലാ പ്രതിസന്ധികളും നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കുന്നത്. നമ്മുടെ മിടുക്കുകൊണ്ടല്ല. നമ്മൾ വീണു പോകാതെ അവിടുന്ന് ചുമലിലേറ്റി നടത്തുന്നതുകൊണ്ട്. നമ്മൾ ചിന്തിക്കും എൻ്റെ കഴിവ് കൊണ്ടാണെന്ന്, എൻ്റെ പണം കൊണ്ടാണെന്ന്, എൻ്റെ സാമർഥ്യം കൊണ്ടാണെന്ന്. ആ ചിന്ത തെറ്റാണ് മക്കളെ. ദൈവം വാർദ്ധക്യത്തിലാണേലും നിന്നെ ചുമലിലേറ്റി നടത്തുന്നതുകൊണ്ട് ആ ദൈവത്തിൻ്റെ മുന്നിൽ നമുക്ക് മുട്ടുമടക്കാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പ്രാർത്ഥന ദൈവം കേട്ടതിന് നമുക്ക് നന്ദി പറയാം. യുദ്ധം നിൽക്കുവാൻ പോകുന്നതിന് നന്ദി പറയാം. യുദ്ധക്കെടുതിയിൽ നിന്നും ലോകത്തെ ദൈവം സംരക്ഷിക്കുന്നതിന് നന്ദി പറയാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തന്നിരിക്കുന്നു. ഇറാൻ്റെ തലവൻ യുദ്ധം നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു ആഗ്രഹം നടത്തുവാൻ ദൈവം തീരുമാനമെടുക്കുന്നു. കൂട്ടായ പ്രാർത്ഥനയുടെ ആയിരക്കണക്കിന് വ്യക്തികളുടെ പ്രാർത്ഥന ദൈവം കേട്ടതിൻ്റെ മറുപടിയാണത്.
ലോകത്തിലുള്ള 800 കോടിയിലധികം മക്കളെയും നമുക്ക് ഈ നിമിഷം ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. അങ്ങനെ ലോകം മുഴുവനും കർത്താവിൻ്റെ സുവിശേഷം പടരട്ടെ. ദർശനങ്ങളാലും അടയാളങ്ങളാലും ഓരോ മക്കളും യേശു ക്രിസ്തുവിനെ അനുഭവിക്കുകയും കാണുകയും വിശ്വസിക്കുകയും ചെയ്യട്ടെ. ഒരിക്കൽ കൂടി യുദ്ധങ്ങൾ ഒഴിവാകുന്നതിന് ദൈവത്തിന് നന്ദി പറയാം. നമ്മുടെ രക്ഷകനും നാഥനുമായ യേശു ക്രിസ്തു, സമാധാനത്തിൻ്റെ ദൗത്യദായകനായ ഈശോയുടെ സമാധാനം സന്തോഷത്തോടുകൂടി ഞാൻ ഈ നിമിഷം നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.